ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു ക്രിയേറ്റർക്ക് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എത്ര ചാനൽ വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത്. നമ്മളൊക്കെ ഒരു ചാനലിലാണ് വീഡിയോസ് അപ്ലോഡ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അവരുടെ ചാനൽ വെരിഫൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു സെക്കൻഡറി ചാനൽ സീരിയസ് ആയിട്ട് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫെയിലാകുന്നു എന്നുള്ളത്. അങ്ങനെ ഫെയിലാകുമ്പോൾ നമുക്കതിൽ തംബ്നെയിൽ ആഡ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ കണ്ടൻറ് ID ക്ലെയിം ചെയ്യാൻ കഴിയില്ല, അപ്പീൽ കൊടുക്കാൻ കഴിയില്ല, 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ചാനൽ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫെയിലാകുന്ന ആ ഒരു അവസ്ഥ ഒരുപാട് ക്രിയേറ്റേഴ്സിനുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിയേറ്റർ നമ്മളോട് തന്നെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ സെക്കൻഡറി ചാനൽ വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ എത്ര ചാനൽ നമുക്ക് ഒരു നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. യൂട്യൂബിൻ്റെ റൂൾ പ്രകാരം 2 ചാനൽ മാത്രമാണ് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നതല്ല. അത് ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് 2 ചാനൽ വെരിഫൈ ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ആയി ആ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും 2 ചാനൽ, ആ ഒരു രീതിയിലാണ് നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് 2 ചാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാനലല്ലായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾ വെറുതെ തുടങ്ങിയതായിരിക്കും. അപ്പോൾ രണ്ടാമത് അത് വീണ്ടും വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൂന്നാമത് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുമ്പോൾ ഈ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നതല്ല. 2 ചാനൽ മാത്രമാണ് ഒരു വർഷത്തിൽ വെരിഫൈ ചെയ്തെടുക്കാൻ കഴിയുക. മിക്ക ക്രിയേറ്റേഴ്സും ഈ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡറി ചാനൽ തുടങ്ങാറുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചുമ്മാ വെറുതെ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഓൺ നമ്പർ ഉപയോഗിച്ച് അങ്ങനെ വെരിഫൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള സീരിയസ് ആയിട്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു ചാനലിൽ മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്തെടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.